2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടുന്നത്. മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്ന പ്രതീതി ഇടതുമുന്നണി സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ പോരാട്ടം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിർണായകമാണ്. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളും പിണറായിക്കെതിരെ നിലമ്പൂർ വിധിയെഴുതുമെന്ന വിവരണവും ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ നിലമ്പൂരിൽ വിജയിക്കേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പ്രധാനമാണ്. ഒപ്പം PV അൻവറിനും നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി റിസൾട്ട് അറിയാൻ 23-ാം തീയതി വരെയുള്ള കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൽ ആര് നേട്ടമുണ്ടാക്കുമെന്ന വിഷയമാണ്. എന്നോടൊപ്പം തെരഞ്ഞെടുപ്പ് വിദഗ്ധനും കേരള സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ അനിൽകുമാർ സാറാണുള്ളത്. സാർ, സ്വാഗതം. സാർ, ഒരു ചതുഷ്കോണ മത്സരത്തിന്റെ പ്രതീതി നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ വോട്ട് പെട്ടിയിലായിരിക്കുന്നു. അട്ടിമറി ഉണ്ടാകുമെന്ന് ഇടതുപക്ഷത്തെ ചില ആളുകൾ ഉൾപ്പെടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ നിലമ്പൂരിൽ? അല്ല, ജമീഷിന്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ലീഗിന്റെ വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുമോ, വിള്ളൽ ഉണ്ടാകുമോ, കുറെയൊക്കെ അൻവറിന് പോകുമോ, UDF പക്ഷത്ത് നിന്ന് ചില വോട്ടുകൾ പോകുമോ, LDF പക്ഷത്ത് നിന്ന് പൂർണ്ണമായും സ്വരാജിന് കിട്ടുമോ, അതോ SDPIയുടെ പിന്തുണ എത്രത്തോളം ഫലപ്രദമാകും, അതുപോലെ തന്നെ BJP വോട്ടുകളിൽ ചോർച്ച ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ തന്നെ സജീവമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് അസ്തമിച്ചിരിക്കുന്ന ഈ ഘട്ടം നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു ഫലം വെച്ചിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. കഴിഞ്ഞ ഫലം നമ്മൾ എടുത്തു നോക്കിയാൽ വിജയിയായ PV അൻവർ LDF ഭാഗമായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 81,227 വോട്ടാണ് നേടിയത്. അത് ഏതാണ്ട് 46.9% വരും. തൊട്ട് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന VV പ്രകാശ്, LDF VV പ്രകാശ് ആണ് നേടിയതാകട്ടെ 21,527 വോട്ടാണ്. അദ്ദേഹത്തിന് 45.34% വോട്ടായിരുന്നു. BJP ആകട്ടെ വളരെ കുറവാണ് വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 8,500 വോട്ട്, ഏതാണ്ട് 4.96% വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഫലമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അട്ടിമറി ഉണ്ടാകും. അട്ടിമറി എന്ന് ഞാൻ പറയാൻ കാരണം നേരത്തെ ഉണ്ടായിരുന്ന അൻവർ ഇത്തവണയും സ്ഥാനാർത്ഥിയായി ഉണ്ടായതുകൊണ്ടാണ്. മാത്രമല്ല LDF അവരുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ നിർത്തിയിട്ടുള്ളത്, സ്വരാജ്. പക്ഷെ എങ്കിലും കിട്ടുന്ന റിപ്പോർട്ടുകൾ, ഞാൻ മണ്ഡലത്തിന്റെ പലരുമായിട്ട് സംസാരിക്കാൻ ഇടയായി, അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻതൂക്കം ആർക്കാണ് എന്ന് നമ്മൾ മുൻകാല വീഡിയോകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും UDF കാൻഡിഡേറ്റിന് ആകാനാണ് സാധ്യത എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ ഓരോ ഗ്രൂപ്പുകളിൽ നിന്ന് വരാവുന്ന വോട്ടുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു വിഭാഗം വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാനാകില്ല എന്നുള്ളതാണ്. അത് കുറച്ച് വോട്ടുകൾ PV അൻവർ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, LDF സംബന്ധിച്ചിടത്തോളം മുൻപ് കിട്ടിയ വോട്ടുകൾ ഇത്തവണ നിലനിർത്താനാകും എന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. നേരത്തെ അവർക്ക് 45.34% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒന്നുകിൽ അത് തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ അതിൽ അല്പം പിന്നോക്കം പോകുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ UDF സംബന്ധിച്ചിടത്തോളം നേരത്തെ കിട്ടിയ 46%-ലധികമായിട്ടുള്ള വോട്ടുകൾ അത് ഇത്തവണ 47 മുതൽ 50% വരെ വോട്ടിംഗ് ലെവൽ വർധനവ് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറയുവാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. മറ്റൊരു കാരണം, BJPക്ക് നേരത്തെ കിട്ടിയ വോട്ടുകൾ നിലനിർത്താനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം പല തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേണിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. മുൻപൊക്കെ 8,000 വോട്ടുകൾ വന്നിട്ടുണ്ട്, അതിന് മുകളിലേക്ക് വോട്ട് പോയിട്ടുണ്ട്, അതിലും താഴേക്ക് പോയിട്ടുണ്ട്. എങ്കിലും ഏറെക്കുറെ നോക്കിയാൽ ഒരു 4-4.5% വോട്ടുകളാണ് അവിടെ BJPക്ക് ഉള്ളത്. അത് അവർക്ക് നിലനിർത്താനാകുമോ, അതോ അതിലേക്കും താഴേക്ക് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ മാറുന്ന വോട്ടുകൾ അഥവാ BJPയിൽ നിന്ന് നഷ്ടമാകുന്ന വോട്ടുകൾ സ്വരാജിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം സ്വരാജ് BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു എതിരാളിയാണ്. അതുകൊണ്ട് അങ്ങനെ മാറി മറിയുന്ന വോട്ടുകളും തീർച്ചയായിട്ടും UDF സ്ഥാനാർത്ഥി ആയ ഷൗക്കത്തിന് അനുകൂലമാകാനാണ് സാധ്യത. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ അൻവർ സ്വായത്തമാക്കിയ കുറച്ച് വോട്ടുകളുണ്ട്, ഒരു തീവ്ര നിലപാടുകളുള്ള ചില വിഭാഗങ്ങളുടെ വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ തീർച്ചയായിട്ടും അൻവർ പിടിച്ചു മാറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ BJP 4ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളൊരു ചിത്രമാണ് ഈ മണ്ഡലത്തിൽ വിലയിരുത്തുമ്പോൾ പൊതുവെ നമ്മൾ മുൻകാല വീഡിയോയിലും പറയുന്നത് അത് തന്നെയാണ് ആവർത്തിച്ച് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അട്ടിമറി എന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായും വിജയം UDF ഒപ്പമായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന്റെ ഭൂരിപക്ഷം എത്ര
എത്രയാണെന്ന് നോക്കിയാൽ മതി. 10,000-ന് മുകളിൽ, 30,000-ന് താഴെ, ഇതിനിടയ്ക്ക് ഒരു ഭൂരിപക്ഷം ആണ് പലരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ജനങ്ങളുടെ മനസ്സ് അവിടെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയാൽ നമുക്ക് അത്ര ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ 20,000 വോട്ടോളം എങ്കിലും, ഒരു 15,000-ന് മുകളിൽ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ മണ്ഡലത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ UDF രംഗത്തിറക്കിയത് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. UDFനാണ് ജയസാധ്യത എന്ന് സാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഉറപ്പ് നിലമ്പൂരിൽ ഇത്തവണ UDF ജയിക്കുമെന്ന്? UDFന് തന്നെയാണ് വിജയസാധ്യത എന്ന് ഉറപ്പിച്ചു പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണവിരുദ്ധ തരംഗം തന്നെയാണ്. LDFന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രകടമാണ് എന്ന് പല വ്യക്തികളോടും സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മികച്ച സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എങ്കിലും ഷൗക്കത്തിന്റെ ഇമേജിനും തിളക്കത്തിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ മികവെടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറിച്ച് അൻവറിന്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, അൻവർ പറയുന്നത് വിശ്വാസത്തിലെടുക്കുന്ന ജനങ്ങളെ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 50% ജനങ്ങളും, അല്ലെങ്കിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവരിൽ ഒരു 50% ആളുകളും പറയുന്നത് അതിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മണ്ഡലത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമായിട്ടുണ്ട്. അൻവർ കുറച്ച് വോട്ട് മാറ്റുന്നുണ്ട്. ആ വോട്ടുകൾ നേരത്തെ LDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. BJPയിൽ നിന്ന് നഷ്ടമായേക്കാവുന്ന ഏതെങ്കിലും വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകളും അവസാനം ചെന്ന് വീഴാൻ സാധ്യതയുള്ളത് UDFന്റെ പെട്ടിയിലാണ് ഇത്തവണ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന്റെ സമരം, അതുപോലെ തന്നെ പെൻഷൻ സ്കീം, പെൻഷൻ പലർക്കും ഡിലേ, താമസിച്ചു കിട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തീർച്ചയായും നേട്ടം UDFനാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഇനി മറുവശം കൂടി നോക്കൂ, UDFന്റെ ഭാഗത്ത് കെട്ടുറപ്പുള്ള ഒരു മത്സരമാണ് അവർ, ഒരു ഒന്നിച്ചുള്ള പ്രചരണമാണ് അവർ കാഴ്ചവെച്ചത്. അവർ മുസ്ലിം ലീഗും കോൺഗ്രസും ജീവൻ മരണ പോരാട്ടമായി എടുത്തുകൊണ്ട് നല്ല ചെറുപ്പക്കാരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറക്കി ശക്തമായ പ്രചരണമാണ് നടത്തിയത്. ഒട്ടും കുറവില്ല പ്രചരണത്തിൽ അവർ. ഞാൻ പറയാൻ കാരണം, VD സതീശൻ ആ തുടക്കം മുതൽ ശക്തമായൊരു നിലപാട് അൻവറിനെതിരെ എടുക്കുകയും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ മുതൽ, അതുപോലെ തന്നെ ബൽറാം, അതുപോലെ വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഇങ്ങനെയുള്ളവരുടെ ഒരു ശക്തമായ നിര നമുക്ക് ആ മണ്ഡലത്തിൽ കാണാനായിട്ട് കഴിയും. ഇത് തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പലപ്പോഴും നേതാക്കന്മാരുടെ നാക്കുപിഴ എന്ന് പറയുന്നത്, സുധാകരനെ പോലെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പത്രപ്രവർത്തകർ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷിനെ കൊടുക്കിയില്ലേ, RSSന്റെ ചോദ്യം ചോദിച്ചു, അതുപോലെ. അപ്പൊ ആദങ്ങളുടെ നാവുപിഴ പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവർ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിന് കാരണമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആന്റി ഇൻകംബൻസി ഫാക്ടറും UDFന്റെയും ലീഗിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും ചെറുപ്പക്കാരുടെ ക്യാമ്പയിനിങ്ങും എല്ലാം കൊണ്ട് തന്നെ ഇത്തവണ മുൻതൂക്കം UDFനാണെന്ന് ഉറപ്പിച്ച് പറയുവാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സാർ, സ്വരാജ് മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. പിണറായി തന്നെ സ്വരാജിന് വേണ്ടി നേരിട്ടിറങ്ങിയതാണ്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ചർച്ചയാക്കാൻ പരമാവധി ശ്രമിച്ചതുമാണ്. അപ്പോൾ ഇതൊന്നും അവിടെ ഗുണമായില്ല എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? അല്ല, തീർച്ചയായിട്ടും ജമീഷ് പറഞ്ഞത് വളരെ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. പക്ഷേ അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് വോട്ടാക്കി മാറ്റുവാൻ അവിടെ LDFന് കഴിയുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിണറായി നേരിട്ട് ഇറങ്ങിയത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അൻവർ പിണറായിസം മരുമോനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയർത്തിയ വലിയ ചലഞ്ച് എന്ന് പറയുന്ന മണ്ഡലത്തിലെ ഒരു 50% ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രചരണ ഫാക്ടറായി, ഘടകമായി നിലകൊള്ളുന്നു എന്ന് പലപ്പോഴും അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ അതിനകത്ത് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിണറായി നേരിട്ട് ഇറങ്ങിയത് കൊണ്ട് ഇത്തവണ അത് LDFന് അനുകൂലമാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ സ്വരാജ് ഒരു സ്ഥാനാർത്ഥിയായി എത്തിയത് കൊണ്ട് കിട്ടാവുന്നതിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ മികച്ചൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും അത് ഷൗക്കത്തിനെ മറികടന്നു പോകുവാനോ അല്ലെങ്കിൽ LDFന്റെ UDFന് കിട്ടാവുന്ന വോട്ടുകളെ മറികടന്നു പോകുവാനോ LDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്നത് അത് ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ
സംശയമൊന്നും വേണ്ട. അത് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാവുകയും സ്വരാജിന് പ്രതികൂലമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജമേഷ് ഈ ചോദിച്ച ചോദ്യം, ഈ മികച്ച സ്ഥാനാർത്ഥിയാണ് പിണറായി ഇറങ്ങി എന്നിട്ടും നേട്ടമുണ്ടാകില്ലേ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഒരു എഫക്റ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു വോട്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും സ്വരാജിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം പോലും LDF-ന് ഗുണമായി മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടാനും LDF-ൽ നിന്ന് ചില ആരുടെ വോട്ടുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന മണ്ഡലത്തിൽ ചിലർ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അതിനൊക്കെ ഉപരിയായി ചില BJP-യിൽ നിന്ന് ഭിന്നിച്ചു പോയേക്കാവുന്ന ചില വോട്ടുകൾ ഒരുപക്ഷെ സ്വരാജ് അല്ലായിരുന്നെങ്കിൽ LDF-ൽ എത്തിയേനെ. അപ്പൊ അതും ആ വഴിയും അടയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയുന്നു, സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് LDF-ൽ ഒരു നല്ല തീരുമാനം തന്നെ ആണെങ്കിലും അത് വേണ്ടത്ര ഈ സാഹചര്യത്തിൽ ഗുണം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ നേടിയ വോട്ട് പോലും LDF-ന് നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, അങ്ങനെയാണെങ്കിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സ്വരാജ് തോറ്റാൽ പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്താനാകുമോ, അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനാകുമോ? തീർച്ചയായിട്ടും ജമേഷിന്റെ ഈ ചോദ്യം പലരും അത്ഭുതത്തോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ ഭരണവിരുദ്ധ വികാരമാകും? അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്താ പറയുന്നത്, ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പല്ലേ? തീർച്ചയായിട്ടും പറ്റും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട പ്രചരണം പിണറായിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രതിഫലിക്കാൻ പോകുന്നത്. മികച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഇമേജ് നമ്മൾ പരിശോധിച്ചാൽ ഈ രണ്ടുപേർക്കും, ഷൗക്കത്തിനും അതുപോലെ തന്നെ സ്വരാജിനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഏതാണ്ട് ഇക്കാര്യം എടുത്താൽ 50-50 എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വരാജിനെ പലപ്പോഴും നമ്മൾ കുറെ കൂടി മികച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമെങ്കിലും ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ തുല്യമായിട്ടാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ ഈ അൻവർ ഉയർത്തിവിട്ട ഭൂതവും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യാൻ പോകുന്നത്, അൻവറിനേക്കാളേറെ ഗുണം ചെയ്യാൻ പോകുന്നത് UDF-നാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ UDF-ന് അനുകൂലമാകുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭരണത്തിന്റെ വിലയിരുത്തലാകും. പ്രത്യേകിച്ച് 9 മാസം കഴിഞ്ഞ്, കൃത്യം 9 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് തീർച്ചയായിട്ടും ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ജനഹിത പരിശോധന തന്നെയാണ്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം LDF ഒരു കേവല ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ പോലും LDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അവകാശവാദമായി അവർക്ക് മുന്നോട്ട് വെക്കാനാവും. UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കുറഞ്ഞ ഒരു 10,000-ന് മുകളിലുള്ള വോട്ടിൽ ഭൂരിപക്ഷം പിടിച്ചു പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അവകാശപ്പെടാനാവും. ഒപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ഘടകമായി അത് വർദ്ധിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, UDF-ഉം മുസ്ലിം ലീഗും ഒത്തൊരുമിച്ച് നടത്തിയ ശക്തമായൊരു പ്രവർത്തനം കൂടിയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അൻവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തറപ്പിച്ച് പറയാനാകുമെങ്കിൽ കൂടിയും ഈ അൻവർ ഫാക്ടറും ഒരു ഘടകമായി വർത്തിക്കുന്നു എന്നുള്ളതാണ്. അൻവറും ശരിക്കും ഭരണത്തിനെതിരെ തന്നെയാണല്ലോ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത് ഉൾപ്പെടെ അത് CPM-ന് തലവേദനയാവും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം തന്നെ പ്രതിഫലിക്കും. അത് അതിന്റെ ഒരു ഭരണത്തിന്റെ വിലയിരുത്തലായി തന്നെ കാണാം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് 9 മാസം മാത്രം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നിലയിലും ഒരു മുൻപ് LDF-ന്റെ കയ്യിൽ ഇരുന്ന ഒരു സീറ്റ് എന്ന നിലയിലും ഇതിനൊട്ടേറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസം RSS-മായി സഹകരിച്ചിരുന്നു എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ അഭിമുഖത്തിലെ വെളിപ്പെടുത്തൽ ഇടതുമുന്നണിയെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് പ്രതിരോധത്തിലാക്കിയോ? പിണറായി അതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു എങ്കിൽ കൂടി അത് തീർച്ചയായിട്ടും ജമേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാനും ഒരു അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നത് പത്രക്കാർ അദ്ദേഹത്തിനെ ഒന്ന് കുടുക്കിയതാണോ എന്നുള്ള തരത്തിലൊരു സംശയമുണ്ട്. അദ്ദേഹം ചരിത്രപരമായ ഒരു കാര്യമാണ് പറഞ്ഞത്, അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്ന്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇത് ഒരർത്ഥത്തിലും LDF-ന് ഗുണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മണ്ടൻ പ്രസ്താവനയായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ചില മൈനോറിറ്റി
മൈനോറിറ്റി വിഭാഗങ്ങളുടെ, അതായത് BJP എതിർക്കപ്പെടുന്ന ചില മൈനോറിറ്റി വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിലേക്ക് വരുമായിരുന്നെങ്കിൽ ആ വോട്ടുകൾ കൂടി ഇല്ലാതാക്കുന്ന ഒരു പ്രസ്താവനയാണത്. ഒന്ന് ആലോചിച്ചു, ഒരു മുസ്ലിം വിഭാഗത്തിന്റെ, ഒരു മോഡറേറ്റ് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ സ്വായത്തമാക്കിയിരുന്നതിൽ ഇടതുപക്ഷത്തിന് മുഖ്യ പങ്കുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ആ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചാണ് അവരുടെ ഏറെക്കുറെ വോട്ടുകൾ കുറെയെങ്കിലും LDF-ലേക്ക് പോയത്. പക്ഷെ ആ വോട്ടുകൾ അൻവറിന് ഇരുഭാഗങ്ങളുടെ, ഒരു മോഡറേറ്റ് വിഭാഗത്തിന്റെയും അതല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം വിഭാഗം എന്ന് നമ്മൾ പറയുന്നത്, ഈ രണ്ടു വിഭാഗങ്ങളുടെയും വോട്ടുകൾ കഴിഞ്ഞ തവണ അൻവർ വാങ്ങിക്കൊണ്ടാണ്, ഇടതുപക്ഷത്തിൽ എത്തിച്ചുകൊണ്ടാണ് അൻവർ വിജയിച്ചു കയറിയത്. എന്നാൽ അതിലുള്ള ഒരു മോഡറേറ്റ് വിഭാഗത്തിന്റെ വോട്ടുകൾ, എക്സ്ട്രീം വോട്ടുകൾ അൻവർ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷെ അതിനുള്ളിലുള്ള ഒരു മോഡറേറ്റ് വോട്ടുകൾ തീർച്ചയായിട്ടും ആ വോട്ടുകൾ ഇത്തവണ LDF-ന് കിട്ടുമായിരുന്നെങ്കിൽ ആ വോട്ടുകൾ കൂടി നഷ്ടപ്പെടുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ LDF-നേക്കാൾ ഏറെ ഗുണം ചെയ്യാൻ പോകുന്നത് UDF-നാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ചുരുക്കി പറഞ്ഞാൽ, മാത്രമല്ല അവിടെയുള്ള ഒരു മിതവാദ വിഭാഗത്തിന്റെ, മൈനോറിറ്റി വിഭാഗങ്ങളുടെ പല വിഭാഗങ്ങളുടെയും പിന്തുണ ഇതിനോടകം തന്നെ UDF-ന് നൽകുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് LDF-നേക്കാൾ ഈ പ്രസ്താവന UDF-ന് ഗുണം ചെയ്യും. LDF-ന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ആ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസങ്ങളിലോ അടുപ്പിച്ചുണ്ടാകുന്ന പ്രസ്താവന അത് ഒരിക്കലും ഗുണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല.